നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ഈ അടുത്ത കാലത്ത് 17/5/2023 നടന്ന ആയ അറ്റൻഡർ വർക്ക് അസിസ്റ്റൻറ്റ് SLC ലെവൽ മെയിൻ എക്സാം ആണ് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. അപ്പോൾ നേരെ ഓപ്ഷനിലേക്ക് പോവാണ്. 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, നർമ്മദ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡി 1, 2, 3 ആണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ. താഴെ കൊടുത്തത് നർമ്മദ ഹിമാലയൻ നദിയിൽ പെടുന്നതല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഥാർ മരുഭൂമിയാണ് കേട്ടോ. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് കേട്ടോ. സി. താഴെ തന്നിട്ടുള്ളവയിൽ കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല? വിജയനഗര. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 LP UPക്കും വരാൻ ചാൻസ് ഉണ്ട്. താഴെ കറണ്ട് അഫേഴ്സ് ആയിട്ട് തന്നെ വരും. താഴെ തന്നിട്ടുള്ളവയിൽ കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ലയാണ് വിജയനഗര. അറബിക്കടലിൽ രൂപം കൊണ്ട് 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ്. അറബിക്കടലിൽ രൂപം കൊണ്ട 21 ചുഴലിക്കാറ്റാണ് ഡൗട്ട. കേരള തീരപ്രദേശത്തു കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ബി ആണ് 1ഉം 4ഉം. ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് കേരള തീരത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല? കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് അറിയാം. കണ്ടൽക്കാടും എവിടെയാണ്? കണ്ണൂരാണ്. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത്? ഈ ചോദ്യം തെറ്റാണ് കേട്ടോ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികളാണ്? ഉത്തരം എ ആണ്. പമ്പ, കക്കിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന നദികളാണ് ഏതൊക്കെയാണ്? പമ്പയും കക്കിയും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഗ്രാമപഞ്ചായത്ത്, താലൂക്ക്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ മനസ്സിലാക്കുക, ഏതാണ് തദ്ദേശ സ്വയംഭരണങ്ങളിൽ പെടാത്തത്? താലൂക്കാണ് കേട്ടോ. ബാക്കിയൊക്കെ പെടും. താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ, ജിമ്മി ജോർജ്. എ 1, 2, 3. PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോളാണ് കേരള അത്ലറ്റിക്കുകളിൽ ഉൾപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാറാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത്? പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോടാണ്. അപ്പോൾ ഉത്തരം ഒരു ചോദ്യത്തിൽ ഒരു ഉത്തരം കൂടിയുണ്ട് കേട്ടോ. ഉത്തരം കാസർഗോഡാണ് പീലിക്കോടുള്ളത്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് കണ്ടെത്തുക. നീണ്ടകരയാണ്. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ഏതാണ്? ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ കൂടുതലുള്ളത് എറണാകുളത്തും കുറവുള്ളത് ഏതാണ്? വയനാടുമാണ് കേട്ടോ. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ഡി.
മിനിമോൾ എബ്രഹാമാണ്. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇരവിപേരൂരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാളാണ്. ഒഡീഷ. ബംഗാൾ സോറി കേട്ടോ, ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഉത്തരം ബംഗാളാണ്. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? വള്ളത്തോളിൻ്റെ കൃതിയാണ് പെടാത്തതാണ് ഇവിടെ ചോദിച്ചത്. പ്രേമാംശം, പ്രേമാശ്രമം, എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിലെല്ലാം ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ്. നമ്മളെന്താ അറിയോ, ചിലപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ നമ്മൾ ഇരുന്ന് വായിച്ചാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പം ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കിതൊന്നും കൂടി മനസ്സിൽ ഉറക്കാൻ സാധിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ്, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അരുണ ആസഫലിയെയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡി ഡോക്ടർ ഇത് മാറിയിട്ടപ്പോൾ കേന്ദ്ര ഭരണ പ്രദേശമായ ഇവിടെയും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നോക്കിട്ടോ. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം 30, 31, 32 ഡി ആണ് കേട്ടോ. 1930, 31, 32 വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വൈകുണ്ഠ സ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വില്ലുവണ്ടി സമരം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അത് വൈകുണ്ഠ സ്വാമി അല്ല. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ രൂപീകരിച്ച സംഘടനയാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടം മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ്? ഉത്തരം ആരാണ്? 1ഉം 2ഉമാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് INA-യിൽ ചേർന്ന മലയാളികൾ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ബാക്കി ഓപ്ഷൻസൊക്കെ വായിച്ചു നോക്കുക സമയം പോലെ.